അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ സംസ്ഥാന സർക്കാർ ഏകദേശം 5 വർഷമാണ് അടയിരുന്നതായി നമുക്കെല്ലാവർക്കും അറിയുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് ഹൈക്കോടതിയുടെയും വിവരാവകാശ കമ്മീഷൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് പുറത്തുവിടേണ്ടി വന്നു. പക്ഷെ അത് വിട്ടപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഏകദേശം 11ഓളം പേജുകളാണ് സംസ്ഥാന സർക്കാർ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇതിൽ ഇരകൾ എന്ന വാക്ക് പൊളിറ്റിക്കലി കറക്റ്റാണോ എന്നെനിക്കറിയില്ല. എങ്കിൽ പോലും ഇതിൽ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിന് വിധേയമാക്കപ്പെട്ട സ്ത്രീകളുടെ എല്ലാവിധമായ സ്വകാര്യതയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 5 വർഷം നടപടിയെടുക്കാതിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോഴും അതിന്മേൽ ഒരു നടപടിയും എടുക്കുന്നില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നിരവധി ആൾക്കാരുടെ പേരുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മറ്റു പല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ധൈര്യം കിട്ടിയ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളും നടിമാരും ഒക്കെയാണ് ഇപ്പോൾ പരാതിപ്പെടുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ്, അവർക്കെന്താണ് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ബന്ധം, ഇതേ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഏകദേശം 11ഓളം പേജുകളിലുള്ള പേരുകൾ സംസ്ഥാന സർക്കാർ രഹസ്യമാക്കി വെച്ച് അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ബാർഗെയിനിങ് രാഷ്ട്രീയം നടത്തുന്നുണ്ടോ, ഏതെങ്കിലും പ്രമുഖന്മാരുമായി സംസ്ഥാന സർക്കാർ രഹസ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തീർച്ചയായും അതിന്മേൽ പരാമർശിക്കപ്പെടുന്ന എല്ലാവരുടെയും പേരിൽ നടപടിയെടുക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെയും സ്ത്രീ സുരക്ഷയുടെയും കാര്യത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതിനെ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ PR ശിവശങ്കർജി അടക്കമുള്ള ഞങ്ങൾ ഇന്ന് ദേശീയ വനിതാ കമ്മീഷനെ മെമ്പർ സെക്രട്ടറിയെ കാണുന്നത്. അവരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ഞങ്ങൾ കൊടുക്കുന്ന നിവേദനത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തണം. സംസ്ഥാന സർക്കാരിൻ്റെ കസ്റ്റഡിയിലുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിളിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഒരു അന്വേഷണ സംഘം ദേശീയ വനിതാ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പേരിൽ നടപടി വേണമെന്നാണ് BJPയുടെ ആവശ്യം.